ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ കൗൺസിൽ യോഗത്തിൽ അമേരിക്കയെയും ഇസ്രായേൽ സഖ്യത്തെയും കടുപ്പിച്ച് വിമർശിച്ച ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നതിനിടെ ഇറാന്റെ പരമാധികാരവും നയതന്ത്ര നിലപാടുകളും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കൃത്യമായി അടിവരയിട്ട് വ്യക്തമാക്കി. തങ്ങൾ ഇതുവരെ ഒരു യുദ്ധത്തിനും തുടക്കമിട്ടിട്ടില്ലെന്നും ഭാവിയിൽ അത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും ആവർത്തിച്ചു പ്രഖ്യാപിച്ചാണ് അരാക്ചി തന്റെ പ്രസംഗം ആരംഭിച്ചത്. നയതന്ത്ര ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും ഇറാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം, എന്നാൽ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് അധിനിവേശത്തെയും ശക്തമായി ചെറുക്കാനുള്ള അവകാശം സ്വയം സംരക്ഷിച്ചിട്ടുണ്ടെന്ന കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ അന്താരാഷ്ട്ര നയങ്ങളെയും കടന്നുകയറ്റങ്ങളെയും രൂക്ഷമായ ഭാഷയിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി വേദിയിൽ കടന്നാക്രമിച്ചത്. സമാധാനപരമായ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് അമേരിക്കൻ സേനയുടെ പശ്ചിമേഷ്യയിലെ ഇടപെടലുകളെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രത്യേകിച്ച് ഇസ്ലാമാബാദ് കരാറിന്റെ വ്യവസ്ഥകൾ അമേരിക്ക നഗ്നമായി ലംഘിച്ചതായി അരാക്ചി കുറ്റപ്പെടുത്തി. മേഖലയിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്കൻ സേന നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന പുതിയ നാവിക നീക്കങ്ങളെയും ഇറാൻ ശക്തമായി എതിർത്തു. ഈ സൈനിക മേഖലയിൽ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കടൽ മാർഗമുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യത്തിനും സുരക്ഷയ്ക്കും വൻ ഭീഷണിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹോർമുസ് കടലിടുക്കിലെ അനാവശ്യ ഇടപെടലുകൾ മേഖലയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്നും ഇതിന്റെ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്നും അന്താരാഷ്ട്ര സമൂഹത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ തീരദേശ സുരക്ഷയിൽ ഒത്തുതീർപ്പിലില്ല എന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകിയത്. പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഇറാനെതിരായ ആക്രമണങ്ങളിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മൂന്നാം കക്ഷികൾക്ക് നൽകിയ മുന്നറിയിപ്പായിരുന്നു. ഇറാനെതിരെ ഏതെങ്കിലും രാജ്യം അധിനിവേശത്തിന് സൗകര്യമൊരുക്കുകയോ സൈനിക സഹായം നൽകുകയോ ചെയ്താൽ അവർക്ക് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അരാക്ചി വ്യക്തമാക്കി. അത്തരം രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം നേരിട്ടുള്ള ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരുമെന്നും അവർക്കെതിരെയും തിരിച്ചടിയുണ്ടാകുമെന്നുള്ള സന്ദേശം ഇറാൻ നൽകി കഴിഞ്ഞു. മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങൾ അമേരിക്കൻ താവളങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് വിട്ടു നൽകരുതെന്ന വ്യക്തമായ സൂചനയാണിത്. അന്താരാഷ്ട്ര നിയമങ്ങളും ഉപരോധങ്ങളും തങ്ങൾക്ക് മാത്രം ബാധകമാക്കുകയും അമേരിക്കയുടെ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ ഇരട്ടത്താപ്പിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അന്താരാഷ്ട്ര തത്വങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്ന ആവശ്യം വേദിയിൽ ഉയർന്നു. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും പ്രാദേശിക തത്വം സംരക്ഷിക്കുന്നതിലും ഇറാൻ ഒരു ഘട്ടത്തിലും പിന്നോട്ടു പോകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഭീഷണികൾക്ക് വഴങ്ങി തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന അരാക്ചി നയം വ്യക്തമാക്കി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി ഇതിനായി തിരഞ്ഞെടുത്തതും തന്ത്രപരമാണ്. ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന പ്രബല രാജ്യങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഈ പ്രസംഗം അമേരിക്കയ്ക്കുള്ള ശക്തമായ രാഷ്ട്രീയ സന്ദേശമായി മാറിയിരിക്കുകയാണ്. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഏഷ്യൻ രാജ്യങ്ങളുടെയും SCO അംഗങ്ങളുടെയും കൂട്ടായ ഇടപെടൽ ആവശ്യമാണെന്ന് അരാക്ചി അഭിപ്രായപ്പെട്ടു. ഏകപക്ഷീയമായ അമേരിക്കൻ ഉപരോധങ്ങളും അധിനിവേശങ്ങളും അവസാനിപ്പിക്കാൻ ബഹുരാഷ്ട്ര സഹകരണം ശക്തിപ്പെടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു സമാധാന ശ്രമവും ഇനി ഏകപക്ഷീയമായി ഉണ്ടാകില്ലെന്നും ഏതൊരു നയതന്ത്ര നീക്കവും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശക്തിയുടെ ഭാഷയിൽ സംസാരിക്കാൻ വന്നാൽ അതേ ഭാഷയിൽ തന്നെ മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുടെ ഈ വാക്കുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലെയും ഇസ്ലാമാബാദ് കരാറിലെയും പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ നയതന്ത്ര തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ ഇറാൻ വഴങ്ങില്ലെന്ന കൃത്യമായ നിലപാടാണ് അബ്ബാസ് അരാക്ചി SCO ഉച്ചകോടിയിലൂടെ പ്രഖ്യാപിച്ചത്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ ഭാവി സുരക്ഷാ അന്തരീക്ഷം.